ഗാസയിലെ ഹമാസ് ഗവൺമെന്റിന്റെ തലവൻ റൌഹി മുഷ്താഹയെ ഇല്ലാതാക്കിയതായി ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സും ഇസ്രായേൽ സെക്യൂരിറ്റീസ് അതോറിറ്റിയും സംയുക്ത പ്രസ്താവനയിൽ അറിയിച്ചു. ഏകദേശം 3 മാസം മുൻപ് ഗാസ മുനമ്പിൽ നടന്ന ഓപ്പറേഷനിൽ ഗാസ മുനമ്പിലെ ഹമാസ് ഗവൺമെന്റിന്റെ തലവൻ റൌഹി മുഷ്താഹയ്ക്കൊപ്പം ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോയിലും ഹമാസിന്റെ ലേബർ കമ്മിറ്റിയിലും സെക്യൂരിറ്റി പോർട്ട്ഫോളിയോ സ്ഥാനം വഹിച്ചിരുന്ന സമേഹ് അൽ സിറാജ്, ഹമാസിന്റെ ജനറൽ സെക്യൂരിറ്റി മെക്കാനിസത്തിന്റെ കമാൻഡർ സമി ഔദെ എന്നിവരെയും കൊലപ്പെടുത്തിയതായി IDF പറഞ്ഞു. കൃത്യമായ IDF-ISA ഇന്റലിജൻസ് അധിഷ്ഠിത സ്ട്രൈക്കിൽ വടക്കൻ ഗാസ മുനമ്പിലെ സുരക്ഷിത ഭൂഗർഭസ്ഥാനത്ത് ഒളിവിലായിരിക്കെയാണ് മൂവരെയും IAF യുദ്ധവിമാനങ്ങൾ ആക്രമിച്ചത്. ഹമാസിന്റെ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററായി പ്രവർത്തിച്ചിരുന്ന കോമ്പൗണ്ടിലാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. മുഷ്താഹയുടെ നേതൃത്വത്തിലുള്ള ഹമാസിന്റെ ഒളിത്താവളമായി ഇത് പ്രവർത്തിക്കുകയായിരുന്നു. ഹമാസിന്റെ ഏറ്റവും മുതിർന്ന പ്രവർത്തകരിൽ ഒരാളായിരുന്നു റൌഹി മുഷ്താഹ. ഹമാസിന്റെ തീവ്രവാദ വിന്യാസവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളിൽ നേരിട്ട് സ്വാധീനം ചെലുത്തിയിരുന്നു. ഗാസ മുനമ്പിലെ ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോയിലെ ഏറ്റവും മുതിർന്ന വ്യക്തിയെ കണക്കാക്കിയിരുന്ന മുഷ്താഹ ഇസ്രായേലിനെതിരെ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ സിൻവറിന്റെ വലം കൈകൂടിയായിരുന്നു.